യിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഗൂഢാലോചന കേസിൽ വ്ളോഗർ മനാഫിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി സംബന്ധിച്ച അന്വേഷണത്തിലാണ് മനാഫിനെ ചോദ്യം ചെയ്യുന്നത്. മനാഫിന്റെ പക്കലുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളടക്കം ഹാജരാക്കാൻ SIT ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, മനാഫുമായി ബന്ധപ്പെട്ട് SITയുടെ അതുപോലെ ഉടുപ്പി പോലീസിന്റെ ഒക്കെ ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് റഹീസ്? ഈ ചിന്നയ്യ കോടതിയിൽ സമർപ്പിച്ച തലയോട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് ഇപ്പോഴും SIT സംഘമുള്ളത്. അന്വേഷണം തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 3 ആഴ്ചയാകുന്നു. അവർ ഇപ്പോഴും അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷണം ഏതാണ്ട് ഒരു 50% മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുമുള്ളൂ. കഴിഞ്ഞ ദിവസം അത് സംബന്ധിച്ച് ചില നിർണായകമായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റുകളൊക്കെ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ SIT സംഘം ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല. അപ്പോൾ ഈ ഘട്ടത്തിൽ കൂടിയാണ് മനാഫിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച ഹാജരാകാൻ മനാഫിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്ന് എത്താമെന്ന് മനാഫ് അറിയിച്ചു. ഏതാണ്ട് 10 മണിയോടുകൂടി മനാഫ് ബെൽത്തങ്ങാടിയിലെ SIT ഓഫീസിൽ എത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും 12 മണിയോടുകൂടിയാണ് മനാഫ് അവിടെ എത്തുന്നത്. മനാഫിനെ ചോദ്യം ചെയ്യുന്നത് ഏതാണ്ട് ഒരു 3 മണിക്കൂറായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ തലയോട്ടിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ മനാഫിന് അറിയാം എന്നുള്ളതാണ് SIT സംഘം തേടുന്നത്. അതിലേറ്റവും പ്രധാനം മനാഫ് തന്നെ പറയുന്നുണ്ട്, ഈ തലയോട്ടി കുഴിച്ചെടുക്കുന്ന സമയത്ത് താൻ ഒപ്പം ഉണ്ടായിരുന്നു, തനിക്കിത് സംബന്ധിച്ച് നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്ന് പല വീഡിയോകളിലും മനാഫ് പറയുന്നുണ്ട്. മനാഫിനോട് നമ്മളടക്കം ഇത് ആവർത്തിച്ച് ചോദിക്കുമ്പോഴും ഇത് സംബന്ധിച്ച് തനിക്കറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ SITയോട് ഇന്ന് പങ്കുവെക്കുമെന്നും മനാഫ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ തലയോട്ടിയുമായി ബന്ധപ്പെട്ട് മനാഫിന് എന്തൊക്കെ അറിയാം, അതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ, ആ ഗൂഢാലോചനയിൽ മനാഫ് പങ്കാളിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ മനാഫിന് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയാമോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് SIT സംഘം ഇന്ന് മനാഫിനെ ചോദ്യം ചെയ്യുന്നത്. പ്രധാനമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ഈ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ജയന്ത് ഉൾപ്പെടെയുള്ള ഗിരീഷ് മട്ടന്നവർ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു വരികയാണ്. കഴിഞ്ഞ 4 ദിവസമായി ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഇപ്പോൾ മനാഫിനെ കൂടി ചോദ്യം ചെയ്യുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ ഈ തലയോട്ടി കണ്ടെടുക്കുന്ന സമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നോ അവരൊക്കെയും SIT സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ യൂട്യൂബർ ആയിട്ടുള്ള ഒരു അഭിഷേകുണ്ട്. അഭിഷേകാണ് ധർമ്മസ്ഥല ഫയൽസ് എന്നുള്ള രീതിയിൽ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കുകയും അതൊരു അന്വേഷണ റിപ്പോർട്ട് എന്നുള്ള തരത്തിലേക്കൊക്കെ ഒരു ഡോക്യുമെന്റ് തയ്യാറാക്കി അത് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം അടക്കമുള്ളവരെ ഇപ്പോൾ SIT സംഘം ചോദ്യം ചെയ്തു വരികയാണ്. അതിനിടയിൽ നേരത്തെ കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവനെ കഴിഞ്ഞ ദിവസം SIT സംഘം ചോദ്യം ചെയ്തു. ഈ തലയോട്ടി കണ്ടെടുത്തു എന്ന് പറയുന്ന പ്രദേശത്തേക്ക് സൗജന്യയുടെ അമ്മാവനെ കൊണ്ടുപോയി. അവിടെ നിന്നും ചില നിർണായക തെളിവുകൾ SIT സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായി എന്താണ് എന്ന് SIT സംഘം പറയണം. അത് സംബന്ധിച്ച ചോദ്യത്തിന് ഇപ്പോൾ നിലവിലൊന്നും പറയാനില്ല എന്നാണ് SIT പറഞ്ഞിട്ടുമുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ അന്വേഷണം അടുത്തെങ്ങും അവസാനിക്കാൻ പോകുന്നില്ല. മറിച്ച് ഈ ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധന പോലെ മണ്ണ് കുഴിച്ചുള്ള പരിശോധന ഇനിയും ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും അന്വേഷണം പൂർത്തിയായതിനു ശേഷം മാത്രം ഒരു റിപ്പോർട്ട് എന്ന് കർണാടക സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. നിലവിൽ മനാഫിനെ ചോദ്യം ചെയ്തു വരുന്നു. ഒരു പക്ഷേ നാളെ കൂടി ആ ചോദ്യം ചെയ്യൽ നിലവിലെ സാഹചര്യത്തിൽ കടന്നു പോയേക്കാം. TK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.